ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതാ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏട്ടൻ പോകുന്നതിൻ്റെ തലേന്ന് മുതൽ പോകുന്നത് വരെയുള്ള ഒരു ചെറിയ ചെറിയ കുട്ടി കുട്ടി ഷോർട്സ് ആട്ടോ. അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം എന്നൊക്കെ കരുതിയത് തന്നെ, പക്ഷെ നമുക്ക് ഒന്നിനും പറ്റിയില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി മാങ്ങ പറിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ മാങ്ങ പറിക്കാൻ എന്താ തോട്ടീൻ്റെ അറ്റത്തും വാലിലും നമ്മളെ 2 കുട്ടിക്കുറുമ്പന്മാരുണ്ടാവും. അച്ചായൻ്റെ ചൊട്ടുമണിയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് അച്ചായനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ അച്ചായിക്കൂട്ടൻ മാങ്ങയൊക്കെ പറിക്കുന്നു. അച്ചായിക്കൂട്ടൻ മാങ്ങ പറിക്കുന്ന നേരത്തെ നമ്മൾ മക്കളിതാ മാങ്ങയൊക്കെ പറിക്കി കവറിലിട്ട് വീഡിയോ ഇന്ന് വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് വിഷമിച്ചാട്ടോ, എന്താ പറയാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും ശരിയാവും, മക്കളാണെന്നുണ്ടെങ്കിൽ അതെ. അപ്പോൾ അതാ നമ്മളൊരു പേരക്കൊക്കെ പറിച്ചു കൊടുത്ത് അതും കഴിച്ചുകൊണ്ട് 2 ആളവിടെ അങ്ങനെ ഇരിക്കട്ടോ. 2 തല്ല് കൂടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. അതാ കിടക്കണം ഇച്ചിട്ടൻ ഒരു അടിയും കിട്ടി. ഇപ്പം നമ്മൾ കവറായിട്ട് എടുത്താൽ കവർ പൊട്ടിപ്പോയി മാങ്ങേൻ്റെ വെയിറ്റും. പിന്നെ ഞങ്ങളൊരു ചാക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് മാങ്ങിയിട്ട് തന്നെ ഞങ്ങൾ 2 ആളും കൂടെ ഇങ്ങനെ മാങ്ങ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാട്ടോ. നമ്മൾ അപ്പുറത്ത് പറമ്പെന്ന് കേട്ടോ പറിച്ചത്. അപ്പോൾ അതാ ഏട്ടൻ തന്നെ അതൊക്കെ കഴുകി നല്ല മാങ്ങയൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് കുറേ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. പഴുത്തൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് ചെനച്ച മാങ്ങയായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതാ തുണിയിൽ കഴുകി വെച്ച് ഞാൻ അപ്പോഴേക്കും അതൊക്കെ തുടച്ച് കവറിലാക്കി വെച്ചു കേട്ടോ. കുറേ ഒന്നും കൊണ്ടുപോയില്ല, കുറച്ചേ കൊണ്ടുപോയുള്ളൂ. പിന്നെ നമ്മളെ പർച്ചേസിങ് വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഒക്കെ എഡിറ്റ് ചെയ്യേണ്ട ഒരു ഇതുള്ളൂ. പിന്നെ ഒന്നിനും ഇപ്പോൾ തോന്നുന്നില്ല. അത് നല്ല അടിപൊളി വീഡിയോ ഉണ്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഇതാ കുളിച്ച് ഞാൻ ഏട്ടനും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ ആ അമ്പലത്തിൽ പോയി ഇനിയിപ്പോൾ ഇതുപോലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 2 കൊല്ലം എടുക്കുമല്ലോ ഈശ്വരാന്ന് മനസ്സിലോർത്തുകൊണ്ട് ഈ വീഡിയോ അങ്ങനെ എടുത്ത് തുടങ്ങിയത്. രാവിലെ തന്നെ ഇതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പ്രകൃതിയൊക്കെ കാണാൻ. അപ്പം ഞങ്ങൾ പാലത്തിൻ്റെ അത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പക്ഷെ മനസ്സിനുള്ളിലെ സങ്കടം കൊണ്ട് ശരീരത്തിന് ആ ഒരു തണുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കോടയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം പറയാൻ വയ്യ, അങ്ങനെ പൊട്ടി വീഴിയിരുന്നു മഴ. ഇതാ അച്ചായൻ്റെ പൊന്നുമോനും കൂടെ കളിക്കുന്ന ഒരു ഇതാട്ടോ. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വല്ലാതെ അങ്ങ് മിസ് ചെയ്യാം ശരിക്കും. മക്കളാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കേട്ടോ. അച്ചായനെ വിളിച്ച് കരച്ചിലും എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ അമ്പൊടുക്കിട്ട് അച്ചായൻ്റെ മേത്തിരുന്നിട്ട് ഇങ്ങനെ കളിക്കാം. എനിക്ക് ബിസ്ക്കറ്റ് എന്നപ്പോൾ ഏട്ടനാ ബിസ്ക്കറ്റിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവസാനത്തെ ഒരു ടാപ്പും കൂടെ അടിച്ച് കണ്ടോ, നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകും കേട്ടോ. ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഇതാ അച്ചായൻ്റെ പെട്ടി എടുത്തേക്കാൻ വേണ്ടി മക്കൾ ഓടുന്നത് എൻ്റെ ബ്രദറാട്ടോ. ഇതാ കാറിനുള്ളിലേക്ക് നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ആളിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഏട്ടൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞാനും പോണില്ല എന്നൊക്കെ കരുതിയിട്ടോ. പിന്നെ ലാസ്റ്റത്തെ മൊമെൻറ്റിൽ ഞാനും കൂടെ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയത്. അവസാനത്തെ ഒരു വിങ്ങിപ്പൊട്ടലാട്ടോ. ഉള്ളിലുള്ള സങ്കടം പുറത്ത് കാണിക്കാതെ ആൾ മക്കളെടുത്ത് കൊഞ്ചിരിക്കണം. ആൾ എയർപോർട്ടിൻ്റെ അവിടെ കയറണം. അവിടെ നിന്ന് നിർത്തി ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളമാർ 2 ആളും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നതാട്ടോ. എന്തോ 2 മാസം എന്ന് പറയുന്നത് ഭയങ്കര 2 ആഴ്ച പോലെ പെട്ടെന്ന് പോയിട്ടോ. അമ്പടുവാണെന്നുണ്ടെങ്കിലും മിച്ചമാണെന്നുണ്ടെങ്കിലും നല്ലോണം അങ്ങോട്ട് വേറെ ആരെക്കാളും നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു അച്ചായിട്ട് ആ പോയൊരു വിഷമം മക്കൾക്ക് നന്നായിട്ടുണ്ട്. ആ ഒരു സങ്കടം അതനുഭവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. മക്കളെ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഒതുക്കി നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അവരിടങ്ങാറ്. ഞാൻ പോകുമ്പോൾ കരയൂല എന്ന് പറഞ്ഞതാട്ടോ. കരഞ്ഞില്ല, ആളുള്ളിൽ കയറിപ്പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഒരുപാട് കരഞ്ഞു. ആളെ മുന്നിൽ നിന്ന് എന്തായാലും കരഞ്ഞില്ല. ഏട്ടനാണെന്നുണ്ടെങ്കിലും അതെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആ അച്ചായൻ്റെ കയ്യിൽ നിന്ന് വരുന്നില്ല. ഞാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല. ലാസ്റ്റ് അനിയൻ വിളിച്ചപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയി. എന്നെ കണ്ട് അവൻ അങ്ങോട്ട് ഇങ്ങനെ ചാടുക. അച്ചായി ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വോയിസ് അപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളത് കണ്ട് കൊടുക്കുമ്പോഴേ ഭയങ്കര ഇടങ്ങാറെന്ന് വെച്ചാൽ സാധാരണ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കാണുമ്പോൾ ആ ഒരു നിമിഷം ഓർമ്മ വരുമ്പോൾ
വല്ലാത്തൊരിടങ്ങാറാണ്. എന്തായാലും ദൈവം സഹായിച്ചു, ഒരു കുഴപ്പമില്ലാതെ ആളവിടെ എത്തി. ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.